അപ്പോൾ തുടങ്ങാം. അത് തന്നെ, എൻ്റെ വീട്ടിൽ കയറി എന്നെ എൻ്റെ അമ്മേനെയും കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ട് പോയത് നിൻ്റെ അപ്പനാണ് എന്ന്. ഇങ്ങേര് മിക്കപ്പോഴും ഒരു മാസത്തേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു നാട്ടിൽ കക്കാൻ പോകുന്നതായിരിക്കും. ആ ചെല്ലുന്ന ഏരിയയിൽ ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം കട്ടിട്ട് അവിടെ ഈ കള്ളൻ്റെ ശല്യം പെരുകുന്നു എന്നുള്ള ന്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി ഒന്നും അറിയാത്ത പോലെ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് 4-5 ദിവസം ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ കക്കാൻ പോകുന്നതായിരിക്കും. ഇന്നലെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കയറി കട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുക. ബണ്ടി ചോറിന് ഇനി ഈ ഏരിയ എല്ലാം കയറി കക്കാനുള്ള പ്ലാനാണ് എന്ന്. അപ്പോൾ ഒരു സംശയം, ഇന്നലെ കയറി കട്ടോണ്ട് പോയവൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തുടങ്ങാം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിരുന്നു, ഇനി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമല്ല. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഈ കഥയൊന്ന് പറയാവോ എന്ന് ചോദിച്ച് പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ആ കഥയാണ് ഇന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് ഈ ഫ്രണ്ടിനെ നമുക്ക് ശ്രുതി എന്ന് വിളിക്കാം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ശ്രുതി 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ്. അതായത് വളരെ ചെറിയൊരു പ്രായത്തിലാണ്. അങ്ങനെ ഒരു ദിവസം വളരെ സമാധാനപരമായിട്ട് സ്കൂളിൽ കളിച്ച് ചിരിച്ച് പഠിച്ചിട്ടെല്ലാം വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രുതി തുടങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ ഒരു ഫ്രണ്ട്, തൽക്കാലം പുള്ളിക്കാരിയെ നമുക്ക് ശിഖ എന്ന് വിളിക്കാം. അപ്പോൾ ശിഖ വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, എന്താ കാര്യം? ഇന്നലെ എൻ്റെ വീട്ടിലൊരു കള്ളം കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. അയ്യോ, കള്ളം കയറിയോ? കള്ളം കയറിയിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, എന്ത് പറ്റാനാ, എന്നെ എൻ്റെ അമ്മേനെ എല്ലാം കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ സ്വർണവും പണവും എല്ലാം ആ കള്ളൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. ശ്രുതിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. ഉടനെ പുള്ളിക്കാരി ചോദിച്ചു, അയ്യോ ഇനി എന്നാ ചെയ്യുന്നത്, നമുക്കിനി പോലീസിനോടൊക്കെ നിങ്ങൾ പോയി പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഖ പറഞ്ഞു, പോലീസിനോട് ഞങ്ങൾ ഇന്ന് തന്നെ പറയും, കാരണം കള്ളൻ ആരാന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആകാംക്ഷ മൂത്തിട്ട് ശ്രുതി ചോദിച്ചു, ആരാ കള്ളൻ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ ശിഖ പറഞ്ഞു, നിന്റെ അപ്പനടി എൻ്റെ വീട്ടിൽ കയറി കട്ടത് എന്ന് പറഞ്ഞു. ശ്രുതി ഉടനെ ഞെട്ടിപ്പോയി. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ആരാ, എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി വീണ്ടും പറഞ്ഞു, അത് തന്നെ, എൻ്റെ വീട്ടിൽ കയറി എന്നെ എൻ്റെ അമ്മേനെയും കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ട് പോയത് നിന്റെ അപ്പനാണ് എന്ന്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയായി പോയി. കൊച്ചു കുഞ്ഞാണല്ലോ, സങ്കടമായി, ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും സ്കൂൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരെയും സ്കൂൾ ബസ്സിൽ കയറ്റി വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സ്കൂൾ ബസ്സിനകത്ത് കരച്ചിൽ വരുമ്പോഴും കരച്ചിൽ ഇങ്ങനെ അടക്കി പിടിച്ച് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബസ് ഒരിടത്ത് കൊണ്ടുപോയി നിർത്തി. ബസ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടി ഇറങ്ങി. ആ കുട്ടിയെ വിളിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അപ്പം വന്നു. ആ പുള്ളി കുട്ടിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് വണ്ടിക്കകത്തോട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതിയെ സൂക്ഷിച്ചു നോക്കിയിട്ട് ബസ്സിൽ വരുന്ന ആയിട്ടുള്ള സ്ത്രീയോട് ചോദിച്ചു, ആ കൊച്ച് ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ആ കൊച്ചാണോ, ആ കൊച്ച് ഇന്ന വീട്ടിലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. ഇതൊരു വളരെ സാധാരണ സംഭവമാണെങ്കിലും അപ്പോഴത്തെ ആ ഒരു മൂഡിൽ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പോയി. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഒരാൾ നമ്മളോട് പറയുകയാണ്, ഇന്ന ആളിനെ ഒന്ന് നോക്കി, പുള്ളിയുടെ ചേഷ്ടകളിലൊക്കെ എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുള്ളിയെ നോക്കുമ്പോൾ പുള്ളി ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രശ്നമായിട്ട് തോന്നും. അതായത് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണ്, ചിലപ്പോൾ താടി ചൊറിയും, ചിലപ്പോൾ മുടി ചൊറിയും, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ ഇത് കാണുമ്പോൾ, താടിയെ പിടിച്ചൊക്കെ വലിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ല ഇങ്ങനെയൊക്കെ വെക്കുന്ന എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതുപോലെ തന്നെ ശ്രുതിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യം, എന്നെ നോക്കിയിട്ട് ഒരാൾ ഈ കൊച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും അപ്പൻ്റെ കാര്യം സത്യമായിരിക്കും, ഇതെല്ലാം നാട്ടുകാരും അറിഞ്ഞു കാണുമായിരിക്കും എന്ന് പതുക്കെ ശ്രുതി ചിന്തിച്ചു തുടങ്ങി. അത് മാത്രമല്ല, പുള്ളിക്കാരി വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ പുള്ളിക്കാരുടെ ഫാദർ വർക്ക് ചെയ്യുന്നത് വേറെ ഏതോ നാട്ടിലാണ്. പുള്ളി ഒരു പ്രാവശ്യം വർക്കിനങ്ങ് പോയി കഴിഞ്ഞാൽ പുള്ളി ആ നാട്ടിൽ പോയി താമസിച്ച് 1 മാസത്തോളം വർക്ക് ചെയ്തതിന് ശേഷം 1 മാസം അവസാനം വന്നൊരു 3-4 ദിവസം ഇവരുടെ കൂടെ താമസിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ശ്രുതി പതുക്കെ ആലോചിക്കാൻ തുടങ്ങി. ഇങ്ങേര് മിക്കപ്പോഴും 1 മാസത്തേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു നാട്ടിൽ കക്കാൻ പോകുന്നതായിരിക്കും. ആ ചെല്ലുന്ന ഏരിയയിൽ ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം കട്ടിട്ട് അവിടെ ഈ കള്ളന്റെ ശല്യം പെരുകുന്നു എന്നുള്ള ന്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി ഒന്നും അറിയാത്ത പോലെ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് 4-5 ദിവസം ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ കക്കാൻ പോകുന്നതായിരിക്കും. ഇങ്ങനെ ചിന്ത കൂടുന്നതിനനുസരിച്ച് പുള്ളിക്കാരിക്ക് ടെൻഷൻ അങ്ങ് കൂടാൻ തുടങ്ങി. കാരണം ഒന്നാമത് അപ്പൻ കള്ളനാണ് എന്നുള്ള വിഷമം, രണ്ടാമത് കള്ളനാണെങ്കിലും അപ്പനായി പോയില്ലേ, പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വിഷമമാകും. ഈ കാര്യം എല്ലാം കൊണ്ടും പുള്ളിക്കാരിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത വിഷമമാണ്. അങ്ങനെ സ്കൂൾ വണ്ടി വന്ന് ശ്രുതിയുടെ വീട്ടിൽ നിർത്തുന്നു. ശ്രുതി വണ്ടിയെ നടങ്ങുന്നു. ഒറ്റ ഓട്ടത്തിന് വീടിനകത്ത് കയറുന്നു. മുറി കയറി എന്ന് കരച്ചിലങ്ങ് തുടങ്ങുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ അമ്മ വന്നിട്ട് മോക്ക് എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. വീണ്ടും ഇങ്ങനെ ഏങ്ങലടിച്ച് ഇങ്ങനെ കരഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അമ്മ വിചാരിച്ച് എന്തെങ്കിലും സ്കൂളിൽ വഴക്കുണ്ടാക്കിയിട്ട് വല്ലതും വന്നതായിരിക്കും, കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഒരു ട്വിസ്റ്റ്. മാസാവസാനം മാത്രം വീട്ടിൽ വരുന്ന അപ്പന്റെ സൗണ്ട് തൊട്ടടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്നു. അതോടെ ശ്രുതിയുടെ സംശയം മുറുകി. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ടോ? അങ്ങനെയാണ് ഇന്നലെ അവളുടെ വീട്ടിൽ കയറിയ പുള്ളി തന്നെ ആയിരിക്കുമോ എന്നുള്ള ടെൻഷൻ വീണ്ടും കൂടി.
അപ്പോഴത്തേക്കും മകളുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് പതുക്കെ അപ്പൻ മുറിയിലേക്ക് കയറി വന്നിട്ട് മോക്ക് എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ഈ ചോദ്യവും ആശ്വസിപ്പിക്കലിന്റെ എല്ലാം ശ്രമം അപ്പൻ നടത്തുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ കൂടെ പോകുന്നത് ഇന്നലെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ കയറി കട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് എന്റെ അടുത്ത് ഇരിക്കുക, എന്നിട്ട് എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക, വേണേ പോലീസ് വരുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിക്കോ എന്നൊക്കെയാണ് പുള്ളിക്കാരുടെ മനസ്സിൽ കൂടെ പോകുന്ന തോട്ട്സ്. അപ്പം വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അപ്പോഴും പുള്ളിക്കാരിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയമായപ്പോൾ അമ്മ അങ്ങോട്ട് കയറി വന്നു. അമ്മ അപ്പനോട് ചോദിച്ചു, പെട്ടെന്ന് എന്താ വന്നത്, ഉടനെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, എനിക്കിവിടം വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിയാണ്, 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. ഇതെല്ലാം ശ്രുതിയുടെ മനസ്സിൽ വേറെ രീതിയിലാണ് കയറുന്നത്. പുള്ളിക്കാരി വിചാരിക്കുന്നത് ബണ്ടീച്ചോറിന് ഇനി ഈ ഏരിയയെല്ലാം കയറി കക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത്. അവസാനം ഇതിനൊരു തീരുമാനമാക്കണമല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരി കരച്ചിൽ ഒരുവിധം കടിച്ചു പിടിച്ചതിന് ശേഷം പതുക്കെ അപ്പൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അപ്പ എന്തിനാ ശിഖയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ ശ്രുതി പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് ശിഖയുടെ വീട്ടിൽ കയറി അപ്പൻ ഇന്നലെ അവളെ അവളുടെ അമ്മേനെയും കെട്ടിയിട്ട് സ്വർണവും പണവും എല്ലാം അടിച്ചുകൊണ്ട് പോയ കാര്യം അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പോലീസ് വരും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി എന്തോ പിള്ളേർ തമ്മിൽ പറഞ്ഞതാണെന്ന് മനസ്സിലായി. പുള്ളി ഉടനെ പതുക്കെ കൊച്ചിനെ പിടിച്ച് അടുത്തെടുത്തിട്ട് ചോദിച്ചു, പപ്പ അങ്ങനെ ഒരു വീട്ടിൽ കയറി കട്ടുകൊണ്ട് വരുമെന്ന് മോന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. തെളിവുകളൊക്കെ എതിരാണെങ്കിലും അപ്പൻ സ്നേഹമുള്ളവനാണല്ലോ, ഇങ്ങനെ ഒന്നും കാണിക്കുകയല്ലോ എന്നുള്ള തോട്ട് പതുക്കെ പുള്ളിക്കാരിക്ക് വരാൻ തുടങ്ങി. എന്നിരുന്നാലും തൻ്റെ കൂട്ടുകാരി ഇത്രയും ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടും വഴിയിൽ ആ ആൾ എന്നെ രൂക്ഷമായിട്ട് നോക്കിയതുമാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും പുള്ളിക്കാരുടെ മനസ്സിൽ ഒരു സംശയം ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വീണ്ടും അപ്പനോട് പറഞ്ഞു, അല്ല അവരെ ഉറപ്പിച്ചു പറഞ്ഞ് അപ്പൻ തന്നെ ആ വീട്ടിൽ കയറിയതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാ വാ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞ് പതുക്കെ ശ്രുതിയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന സമയത്തെല്ലാം പുള്ളിക്കാരുടെ മനസ്സിൽ ഇനിയിപ്പോൾ എന്നെ മോഷണം പഠിപ്പിക്കാൻ കൊണ്ടുപോവുകയാണോ, അതോ ഏതെങ്കിലും വീട്ടിലെ മോഷണത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇനി എന്നെ കൊണ്ടുപോവുകയാണോ എന്നൊക്കെയുള്ള വിഷമങ്ങളും സംശയങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ നെഞ്ചിടിപ്പ് പതുക്കെ കൂടാൻ തുടങ്ങി. കാരണം ഇവർ നടന്ന് എന്ന് കയറുന്നത് ശിഖയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ വീണ്ടും സംശയം, ഇനി ഇന്നലെ കട്ടയിൻ്റെ ബാക്കി വല്ലതും എടുക്കാൻ പോവുകയാണോ, അതോ ഇത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ഇവരോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട് ശ്രുതി കൂടെ പോയി. പക്ഷേ ആ വീട്ടിൽ കയറി ചെന്ന് ബെല്ലടിച്ചപ്പോൾ ആ വീട്ടിലെ ചേച്ചി, അതായത് ശിഖയുടെ അമ്മ ഇറങ്ങി വരുന്നു. ആ ചേട്ടാ എന്നാ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു സംശയം, ഇന്നലെ കയറി കട്ടൗണ്ട് പോയവൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുമില്ല, മോള് ഭയങ്കര കരച്ചിൽ, മോളുടെ കൂട്ടുകാരിയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല, അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അയ്യോ മോളെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ശിഖയെ വിളിക്കുന്നു. ശിഖ ഇറങ്ങി വന്നു. ശിഖ ഒന്നും അറിയാതെ ഇറങ്ങി വരുന്നു. ആ ശ്രുതി അങ്കിളെ എന്നൊക്കെ പറഞ്ഞു വന്ന് സംസാരിക്കുന്നു. പക്ഷെ ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ആ കരഞ്ഞതിന്റെ ഷോക്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പതുക്കെ ശ്രുതിയുടെ പപ്പ ശിഖേനെ അടുത്ത് വിളിച്ചിട്ട് കൊച്ചിനെ പേടിപ്പിക്കാതെ ചോദിച്ചു, മോൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞോ ഞാൻ ഇന്നലെ ഈ വീട്ടിൽ വന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് ശിഖ പറഞ്ഞു, ആ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീണ്ടും ചോദിച്ചു, എന്നിട്ട് ഞാൻ ശരിക്കും വന്ന് അങ്ങനെ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഖ പറഞ്ഞു, ഇല്ല അങ്കിൾ ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീണ്ടും ചോദിച്ചു, പിന്നെ എന്തിനാ മോൻ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ശിഖ പറഞ്ഞു, എല്ലാ ദിവസവും ശ്രുതി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ അങ്ങ് തുടങ്ങും, എൻ്റെ പപ്പ എനിക്ക് അത് മേടിച്ചു തരും, എൻ്റെ പപ്പ എന്നെ അവിടെ കൊണ്ടുപോകും, എൻ്റെ പപ്പയ്ക്ക് എന്നോട് ഇത്ര ഇഷ്ടമാണ്, എൻ്റെ പപ്പ എനിക്ക് വേണ്ടി എന്ത് വേണേ ചെയ്തു തരും, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കേട്ട് 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 ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ശ്രുതിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതാന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ പുള്ളി ചിരിച്ചു. പുള്ളി പറഞ്ഞു, പോട്ടെ ഇനി അങ്ങനെ ഒന്നും പറയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളി അത് തമാശ രീതിയിലാക്കി. പിള്ളേരെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതിയെ വിളിച്ചുകൊണ്ട് പുള്ളി പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതോടെ ശ്രുതിയുടെ കരച്ചിൽ പകുതി അങ്ങ് തീർന്നു. ഇത് ചുമ്മാ പറഞ്ഞതായിരുന്നു എന്നുള്ള ഒരു ഇതായി. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇപ്പോൾ പപ്പായ വിശ്വാസമായോ എന്ന് ചോദിച്ചു. അപ്പോഴും വിശ്വാസമായില്ല. പുള്ളിക്കാരി പറഞ്ഞു, അപ്പോൾ പിന്നെ ആ ബസ് ഇറങ്ങിയപ്പോൾ ആ പുള്ളി എന്നെ ചൂണ്ടി എന്തിനാ ഞാൻ ആരാന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറഞ്ഞു, എന്നാ വാ നമുക്ക് ആ വീട്ടിലും പോകാമെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ആ വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും എന്നാ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് പുള്ളിയെ അകത്തേക്ക് വിളിക്കുന്നു. ആ വീട്ടിലെ ആൾ ഇറങ്ങി വരുന്നു. അപ്പോൾ ശ്രുതിയുടെ ഫാദർ പറഞ്ഞു, ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ മോള് പറഞ്ഞു, ഇന്ന് മോളിനെ സ്കൂൾ ബസ്സിൽ കണ്ടപ്പോൾ നിങ്ങൾ അവളെ ഏതാണെന്ന് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ അവളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കയറിയതാന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ആ മോളെ കണ്ടപ്പോൾ എനിക്ക് നല്ല കണ്ടുപരിചയം തോന്നി, മുഖച്ഛായ തോന്നി, അതുകൊണ്ട് ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അവിടെയും കാഷ്വൽ സംസാരം എല്ലാം കഴിഞ്ഞ് വരും. അതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പപ്പായും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളി ചോദിച്ചു, മോക്ക് ഇപ്പോൾ പപ്പായെ പൂർണ്ണമായിട്ട് വിശ്വാസമായോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, ഇപ്പോൾ വിശ്വാസമായി എന്ന് പറയുകയും ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ശ്രുതിക്ക് പപ്പായെ സംശയിക്കേണ്ട ഒരു സംഭവം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും അവർ തമ്മിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ബോണ്ടിങ്ങിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ കഥ പറയണമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ, നമ്മളിൽ പലരും പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ അവരെന്ത് പഠിക്കുന്നു, അവർ ഹോംവർക്ക് ചെയ്തോ, അവരെവിടെങ്കിലും വീണോ, മുട്ടുപൊട്ടിയോ, കാലുപൊട്ടിയോ, ഈ ടൈപ്പ് കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാറുള്ളൂ. ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരുടെ ഇടയിൽ നടക്കുന്ന കോൺവെർസേഷൻസ് ഒക്കെ ഏത് എക്സ്ട്രീം വരെ പോകുന്നുണ്ട്, ഈ ടൈപ്പ് കാര്യങ്ങളൊന്നും പലപ്പോഴും പലരും അറിയാറ് പോലുമില്ല.
അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേരുടെ മനസ്സിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു പ്രശ്നം നടന്ന ദിവസം ശ്രുതിയുടെ ഫാദർ ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ പുള്ളി ഇവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ലൈഫ് ലോങ് ട്രോമയായിട്ട് മാറിയേനെ. പിന്നെ ആ സ്കൂളിൽ പോകാൻ ചിലപ്പോൾ പേടിയായേനെ, കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ പേടിയായി പോയേനെ, ഫാദറിനോട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ ഒരു വെറുപ്പുണ്ടായി പോയേനെ. ഓൾ ടുഗദർ ചിലപ്പോൾ ജീവിതത്തിന്റെ ബാലൻസ് തന്നെ അടിച്ചു പോകാൻ ഈ ടൈപ്പ് പെറ്റി കോൺവെർസേഷൻസിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് പ്രശ്നങ്ങളിലൊന്നും നിങ്ങളുടെ മക്കൾ പോയി പെടാതിരിക്കട്ടെ. അവരുടെ അടുത്ത് നിങ്ങൾ പറ്റുമ്പോഴൊക്കെ സംസാരിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ വരട്ടാതെ പേടിപ്പിക്കാതെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് അപ്രതീക്ഷിതമായ വീട്ടിലേക്ക് കള്ളൻ വന്നു എന്നുള്ളൊരു ആരോപണത്തിന്റെ കഥയാണെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി ഒരു ദിവസം കയറി വന്നു. ആ അതിഥി ആരാണ്, അതിനുശേഷം എന്തുണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.